എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരയ്ക്കാതെ അവിയലിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് വെക്കുന്ന ഒരു കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ചേന ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, 4-5 പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്. അവിയലിൻ്റെ കഷ്ണം എല്ലാം അരിയുന്നത് പോലെ തന്നെയാണ് എല്ലാ കഷ്ണവും അരിഞ്ഞിരിക്കുന്നത്. പിന്നീട് വഴുതനങ്ങ, പടവലങ്ങ, കായ, കറിക്കായ ഒരു കഷ്ണം, പിന്നെ ബീൻസ്, ഇത് പാവയ്ക്കയാണ്. പാവയ്ക്ക ഒരു കഷ്ണം നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പാവയ്ക്കയുടെ സ്വാദും കയ്പും ഇഷ്ടമില്ലാത്തവർക്ക് പാവയ്ക്ക ഒഴിവാക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് പാവയ്ക്ക ചേർക്കുന്നു. പിന്നെ ബീൻസ്, പയറാണ് ചേർക്കേണ്ടത്. ഇന്ന് പോയിട്ട് പയർ കിട്ടിയില്ല, മുരിങ്ങക്കായും കിട്ടിയില്ല. മുരിങ്ങക്കായ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം പയറും മുരിങ്ങക്കായും കിട്ടാതെ പോയത് പച്ചക്കറിക്കടയിൽ. പിന്നീട് വെള്ളരിക്ക, പിന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, അല്ലാത്തവർക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ മൂത്ത് വന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇതിലേക്ക് നമുക്ക് സവാള ഒന്നിട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ബാക്കി പച്ചക്കറികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഈ കൂട്ടാന് വളരെ സ്വാദാണ്. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അല്പം തൈര് കൂടെ ഉണ്ടെങ്കിൽ വളരെ സ്വാദായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പച്ചക്കറി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേന, ഉരുളക്കിഴങ്ങ്, പാവയ്ക്ക, ബീൻസ്, വെള്ളരിക്ക, വഴുതനങ്ങ, ക്യാരറ്റ്, പടവലങ്ങ എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ വളരെ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് ആവിയിൽ ഇത് എണ്ണയ്ക്കകത്തൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതിൽ അധികം വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കേണ്ട, എണ്ണയിൽ തന്നെ അങ്ങ് വേവിച്ചാൽ മതി. വെള്ളം ലാസ്റ്റിൽ നമുക്ക് സ്വല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്നതിനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങളെല്ലാം വെന്തോന്ന് കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്തു. ഉരുളക്കിഴങ്ങ് വെന്തു. ഈ ചേന വെന്തോന്ന് നോക്കട്ടെ. ചേന കഷ്ണവും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിന് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്ര
ഇത്രയും കൂടെ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഗരം മസാലപ്പൊടി, അധികം വേണ്ട, അല്പം മതി. ഇത്രയും ഗരം മസാലപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തക്കാളിക്കായിട്ട് കൊടുക്കാം. വേറെ പ്രത്യേകിച്ചൊരു കൂട്ടാനില്ലെങ്കിലും ഈ കൂട്ടാന് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇതിന്റെ പച്ചമണമൊക്കെ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഇത് മാറി നമുക്കിനി തക്കാളിക്ക വേകുന്നതിനായിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക നടുക്കോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറി അതിന്റെ മുകളിലോട്ടിട്ട് അടച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിക്ക വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. തക്കാളിക്കൊക്കെ വെന്തു. ഇത് ഉടച്ച് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഈ കറി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ഫ്ലേവർ എല്ലാം വരുന്നു. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തു. നമുക്കിനി ഇതൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കറക്കി ഒന്ന് കുറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിന്റെ ഉപ്പൊന്ന് നോക്കട്ടെ. സ്വല്പം ഉപ്പും കൂടെ വേണം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ കറി തയ്യാറായി. ഇത് നമുക്കിനി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാണ് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അവിയലിന്റെ കഷ്ണം മാത്രം മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിലും പയറുണ്ടെങ്കിലും ചേർത്ത് കഴിഞ്ഞാലും വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറുണ്ണാനായിട്ട് സ്വല്പം തൈരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല തൃപ്തിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതണം.